ഒരു മനുഷ്യൻ സ്വന്തം രാജ്യത്തിനായി തൻ്റെ പേരും ഐഡന്റിറ്റിയും ഉപേക്ഷിക്കേണ്ടി വന്നാൽ എന്തു സംഭവിക്കുമെന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ദുരന്തർ സിനിമയൊക്കെ ഇറങ്ങിയ ഈ ഒരു സാഹചര്യത്തിൽ ഉറപ്പായും നമ്മളിൽ ഒരുപാട് പേർക്കൊക്കെ ഇതിനെക്കുറിച്ച് അറിയാമായിരിക്കാം. എന്നാൽ റിയൽ ലൈഫിൽ അതുപോലെ നടന്നിട്ടുള്ള നമ്മുടെ അജിത് ഡോവലിന്റെ ഒക്കെ കഥ നമ്മൾ അറിഞ്ഞതാണ്. അതുപോലെ ഒരുപാട് പേർ നമ്മുടെ രാജ്യത്തുണ്ടായിരുന്നു. ഒരു ദിവസം തന്റെ യഥാർത്ഥ തിരിച്ചറിയൽ തന്നെ മാറേണ്ടി വന്ന ഒരു വ്യക്തി. അദ്ദേഹം മതം മാറി, അദ്ദേഹത്തിന്റെ ജീവിതം മുഴുവൻ മാറി. പക്ഷേ ഒരു കാര്യം മാത്രം ഒരിക്കലും മാറിയില്ല, അദ്ദേഹത്തിന്റെ ദൗത്യം. അതാണ് ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും രഹസ്യവും അത്രമേൽ ശക്തവുമായ ഒരു സ്പൈയുടെ കഥ, ബ്ലാക്ക് ടൈഗർ. അതെ, രവീന്ദ്ര കൗശിക് എന്ന ബ്ലാക്ക് ടൈഗറിന്റെ കിടിലൻ കഥയിലേക്കാണ് പോകുന്നത്. ലെറ്റ്സ് ചെക്ക് ഇൻ ഡീറ്റെയിൽ. വെൽക്കം ടു ദി പോയിന്റ്. ഇന്ത്യയുടെ ഇന്റലിജൻസ് ചരിത്രത്തിൽ പല പേരുകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ ചില പേരുകൾ ഔദ്യോഗിക രേഖകളിൽ പോലും വളരെ കുറച്ചു മാത്രമേ കാണാനാകൂ. അതുപോലൊരു പേരാണ് രവീന്ദ്ര കൗശിക്. അദ്ദേഹത്തെ ബ്ലാക്ക് ടൈഗർ എന്ന് വിളിച്ചത് പോലും ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രിയായ ഇന്ദിരാഗാന്ധിയായിരുന്നു. ഇതൊരു സാധാരണ സ്പൈയുടെ കഥയല്ല, ഇതൊരാൾ തന്റെ മുഴുവൻ ജീവിതവും രാജ്യത്തിനായി മാറ്റിവെച്ച കഥയാണ്. രാജസ്ഥാനിൽ ജനിച്ച ഒരു സാധാരണ യുവാവായിരുന്നു രവീന്ദ്ര കൗശിക്. സ്റ്റേജ് പെർഫോമൻസുകളിൽ തിളങ്ങിയിരുന്ന അദ്ദേഹത്തിന്റെ അഭിനയ കഴിവ് ഒരിക്കൽ ഒരു ഇന്റലിജൻസ് ഓഫീസറുടെ ശ്രദ്ധ പിടിച്ചുപറ്റി. അതായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ടേണിംഗ് പോയിന്റ്. ഒരു സാധാരണ ജീവിതത്തിൽ നിന്ന് അതീവ രഹസ്യമായ ഒരു ലോകത്തേക്ക് അദ്ദേഹത്തിന്റെ യാത്ര അവിടെ നിന്നും ആരംഭിക്കുകയായിരുന്നു. ശേഷം സംഭവിച്ചത് സിനിമകളിലും വളരെ അപൂർവമായി മാത്രം കാണാൻ സാധിക്കുന്ന ഒരു ട്രാൻസ്ഫോർമേഷൻ ആയിരുന്നു. കൗശിക് തന്റെ പേര് മാറ്റി, മതം മാറ്റി, മുഴുവൻ തിരിച്ചറിയൽ തന്നെ മാറ്റി. നബി അഹമ്മദ് ഷാക്കിർ എന്ന പുതിയ പേര് അദ്ദേഹത്തിന്റെ ഐഡന്റിറ്റിയായി മാറി. പിന്നീട് അദ്ദേഹം പാകിസ്ഥാനിലേക്ക് കടന്നു, അവിടെ പഠിച്ചു, അവിടെ ജോലി നേടി. ഒടുവിൽ പാകിസ്ഥാനിലെ സൈന്യത്തിനുള്ളിൽ തന്നെ പ്രവേശിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. ഒരു ഇന്ത്യൻ സ്പൈ ശത്രു രാജ്യത്തിന്റെ സൈന്യത്തിനുള്ളിൽ പ്രവർത്തിക്കുന്നു എന്നത് അസാധ്യത്തിന് അടുത്തൊരു യാഥാർത്ഥ്യമായിരുന്നു. വർഷങ്ങളോളം അദ്ദേഹം ഇന്ത്യക്ക് വിലപ്പെട്ട വിവരങ്ങൾ കൈമാറി. ഓരോ ദിവസവും ഓരോ നീക്കവും അദ്ദേഹത്തിന്റെ ജീവിതം അപകടത്തിന്റെ അതിരുകളിൽ തന്നെയായിരുന്നു. ഒരു ചെറിയ പിഴവോ ചെറിയ സംശയമോ ഉണ്ടായാൽ എല്ലാം അവസാനിക്കാമായിരുന്ന ഒരു ഓപ്പറേഷൻ. അത്രയും അപകടകരമായ സാഹചര്യങ്ങളിലും അദ്ദേഹം തന്റെ ദൗത്യം തുടർന്നുകൊണ്ടേയിരുന്നു. ഓരോ സ്പൈ കഥകളിലും പോലെ ഇവിടെയും ഒരു ടേണിംഗ് പോയിന്റ് ഉണ്ടായിരുന്നു. ഒരു ചെറിയ പിഴവ്, ഒരു ചെറിയ സംശയം, അത്രയും മതിയായിരുന്നു. ഒടുവിൽ രവീന്ദ്ര കൗശിക് പിടിക്കപ്പെട്ടു. ആ നിമിഷം മുതൽ അദ്ദേഹത്തിന്റെ ജീവിതം പൂർണ്ണമായും മാറുകയായിരുന്നു. ഒരു നിഴൽ പോലെ ജീവിച്ചിരുന്ന ഒരാൾ പൂർണ്ണമായും ഒറ്റപ്പെട്ട അവസ്ഥയിലേക്ക് എത്തി. അതിനുശേഷമുള്ള വർഷങ്ങൾ ജയിൽവാസമായിരുന്നു. അദ്ദേഹം ഇന്ത്യക്ക് വേണ്ടി ചെയ്ത സേവനങ്ങൾ പലർക്കും അറിയാതെ പോയി. ഒരിക്കൽ അദ്ദേഹം എഴുതിയ ഒരു കത്തിൽ ഒരു സ്പൈയുടെ ജീവിതത്തിന്റെ യഥാർത്ഥ വേദന പ്രകടമായിരുന്നു. രാജ്യത്തിന് വേണ്ടി ജീവിക്കുന്നത് മാത്രമല്ല, ചിലപ്പോൾ രാജ്യത്തിന് വേണ്ടി മറക്കപ്പെടുകയും ചെയ്യേണ്ടി വരുമെന്നതാണ് അതിന്റെ സാരം. ഇന്ന് ബ്ലാക്ക് ടൈഗർ എന്ന പേര് ഒരു കഥ മാത്രമല്ല, ഒരു ഓർമ്മപ്പെടുത്തലാണ്. രാജ്യത്തിന്റെ സുരക്ഷയ്ക്കായി ചിലർ അവരുടെ മുഴുവൻ ജീവിതവും സമർപ്പിക്കുന്നു. അവർക്ക് എല്ലായ്പ്പോഴും പ്രശസ്തി ലഭിക്കണമെന്നില്ല, പക്ഷേ അവരുടെ ത്യാഗം ചരിത്രത്തിൽ സ്വർണ്ണ ലിപികളാൽ എഴുതപ്പെട്ടിരിക്കും എന്നത് നിസ്സംശയം പറയാൻ സാധിക്കും. ഇതായിരുന്നു ഇന്ത്യയുടെ ഏറ്റവും രഹസ്യ സ്വഭാവമുള്ള സ്പൈയുടെ കഥ.